I prayed for this child. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. And the Lord has granted me what I asked of him. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. 1 Samuel 1:27. 1 ശമൂവേൽ 1:27. God has granted me what I asked him. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. God has granted me what I have asked him for. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. How do we get what we ask of God? നമ്മൾ യഹോവയോട് അപേക്ഷിച്ചത് നമുക്ക് എങ്ങനെ ലഭിക്കുന്നു? Jesus said in Matthew 7:7, മത്തായി 7:7 യേശുക്രിസ്തു പറഞ്ഞു, ask and it shall be given. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. Same thing you read in Mark 11:24. മർക്കോസ് 11:27 ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ വായിക്കുന്നത്. But then എന്നാലോ we have to ask with the right motive from God. നമ്മൾ ശരിയായ ഉദ്ദേശശുദ്ധിയോടുകൂടി ദൈവത്തോട് യാചിക്കണം. The Bible says so in James 4:3. യാക്കോബ് 4:3 അപ്രകാരം വേദപുസ്തകം പറയുന്നു, When you ask, you do not receive because you're asking with wrong motives. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനെ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. You're only asking for your pleasures to be satisfied. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യാചിക്കുന്നത്. That's why you don't get. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യാചിച്ചത് ലഭിക്കാതിരിക്കുന്നത്. Ask with the right motive and what you ask you will have. നിങ്ങൾ ശരിയായ ഉദ്ദേശത്തോടു കൂടി യാചിക്കുവിൻ, അപ്പോൾ നിങ്ങൾ യാചിച്ചത് നിങ്ങൾക്ക് ലഭിക്കും. Secondly, the Lord Jesus says, believe that what you ask from God you will receive. രണ്ടാമതായി കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിപ്പിൻ. Matthew 21:22. മത്തായി 21:22. 1 John 5:15 says, 1 യോഹന്നാൻ 5:15 പറയുന്നു, when we ask God, നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ we know that God hears us. ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. And we will have what we have asked the Lord for. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് അപേക്ഷിച്ചാലും ദൈവത്തിൽ നിന്ന് നമുക്കത് ലഭിക്കും. So believe that God will give you what you ask. ആകയാൽ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് വിശ്വസിക്കുവിൻ. Then you will get it. അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. Thirdly, മൂന്നാമതായി ask according to the word of God, the verses in the scripture. തിരുവെഴുത്തിലെ ദൈവത്തിന്റെ വചനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് യാചിക്കുവിൻ. John 15:7. യോഹന്നാൻ 15:7. Jesus said, if you remain in me യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിച്ചാൽ, and my words remain in you, എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, whatever you wish, it will be done for you. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. So read the Bible, read the word of God, ആകയാൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം, വേദപുസ്തകം വായിക്കുവിൻ. and claim the promises of God. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അവകാശമാക്കി And പ്രാർത്ഥിക്കുക. ask God to fulfill the promise which He has written in the Bible. ദൈവം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തോട് യാചിക്കുവിൻ. And you will have it. അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. You must desire for it. നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. And that wish will be fulfilled. ആ ആഗ്രഹം തീർച്ചയായും സഫലമാകും. Don't wish for worldly things, lustful things. Ask God for what He has promised in the scripture for you. ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കരുത്. തിരുവെഴുത്തിൽ ദൈവം നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുവിൻ. And God's heavenly blessings will come to you. അപ്പോൾ ദൈവത്തിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും. Fourthly, നാലാമതായി ask according to the will of God. ദൈവത്തിന്റെ ഹിതാനുസരണം നിങ്ങൾ അപേക്ഷിപ്പിൻ. God has planned everything for you even before the foundation of the world. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുന്നു. Hebrews 4:3 says so. എബ്രായർ 4:3 അപ്രകാരം പറയുന്നു. So ask the Holy Spirit according to Romans 8:26 to show you what is God's will for you. 8:26 പ്രകാരം നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ പരിശുദ്ധാത്മാവിനോട് യാചിക്കുവിൻ. And in verse 27 it says, when you ask according to the will of God through the Holy Spirit, you will get what God has planned for you. 27ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ ഹിതാനുസരണം ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. And 1 John 5:14 says, 1 യോഹന്നാൻ 5:14 പറയുന്നു,
This is the confidence we have in approaching God, that if we ask anything according to His will, He hears us. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. Ask according to the will of God, ദൈവത്തിന്റെ ഹിതാനുസരണം യാചിക്കുവിൻ, and the Holy Spirit will show you the will of God. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. And fifthly, അഞ്ചാമതായി, if you ask saying, Lord, I must do your will, then He will answer what you pray for. കർത്താവേ, ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് യാചിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ അപേക്ഷയ്ക്ക് ഉത്തരം നൽകും. 1 John 3:21-22. 1 യോഹന്നാൻ 3:21-22. Whatever we ask, God will give. നമ്മൾ എന്ത് യാചിച്ചാലും ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കും. When we do everything that is pleasing in His sight. നമ്മൾ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുമ്പോൾ, Whatever God wants to be done, if you do it and ask God to give you the grace to do it, then whatever you pray for that to be done, God will answer. നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുമ്പോൾ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുമ്പോൾ, നിങ്ങൾ എന്ത് യാചിച്ചാലും ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കും. And sixthly, ഇനി ആറാമത്തേത്, when you bear fruit for God's kingdom to fulfill God's will, then whatever you ask, God will provide. ദൈവഹിതം നിറവേറ്റുന്നതിനെ ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം അത് നിങ്ങൾക്ക് നൽകും. John 15:16. യോഹന്നാൻ 15:16. When you bear fruit, നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ, whatever you ask in the name of Jesus, the Heavenly Father will give you. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് യാചിച്ചാലും സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് ഉത്തരം നൽകും. When you ask Jesus to heal somebody, God will answer in the name of Jesus and heal. ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകും. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിക്ക് സൗഖ്യം When നൽകും. you ask the Lord to provide something for a person who is very poor, then God will answer that prayer. പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം എന്തെങ്കിലും നൽകുന്നതിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം ആ അപേക്ഷയ്ക്ക് ഉത്തരം നൽകും. When you ask God to transform somebody and give salvation, God will answer. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാനും ആ വ്യക്തിക്ക് രക്ഷ നൽകുവാനും നിങ്ങൾ യാചിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകും. These are all bearing fruits for God by bringing blessings to മറ്റൊരാൾക്ക് people. അനുഗ്രഹം പകർന്നു നൽകുന്നതിലൂടെ ദൈവത്തിന് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെയാണ്. And when you ask, God will give it to you so that your joy will be full. മാത്രമല്ല, നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കത് നൽകും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. John 16:24. യോഹന്നാൻ 16:24. Jesus says, until now you have not asked anything in my name. Ask so that your joy will be full when I give you യേശു that പറയുന്നു, blessing. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവണ്ണം നിങ്ങൾക്ക് ലഭിക്കും. When you rejoice over the miracles and the blessings and the salvation God has given you, then what you pray, God will give. ദൈവം നിങ്ങൾക്ക് നൽകിയ അത്ഭുതങ്ങളോർത്ത്, അനുഗ്രഹങ്ങളോർത്ത്, രക്ഷയെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. Never say, I prayed, I lived a holy life, so I ഞാൻ got the പ്രാർത്ഥിച്ചു, miracle. വിശുദ്ധ ജീവിതം നയിച്ചു, അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ സാധിച്ചു എന്നിങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. When you rejoice over God's mercy, then whatever you ask, God will give it to you. ദൈവത്തിന്റെ കൃപയോർത്ത്, കരുണയോർത്ത് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം നിങ്ങൾക്കത് നൽകും. And He will give you much more exceedingly than what you നിങ്ങൾ have asked. യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നിങ്ങൾക്ക് നൽകും. Ephesians 3:20. എഫേസ്യർ 3:20. And also, കൂടാതെ അത് മാത്രമല്ല, He will rejoice over you ദൈവം നിങ്ങളിൽ ഘോഷിച്ച് ആനന്ദിക്കുകയും ചെയ്യും. with singing. ദൈവം നിങ്ങളിൽ ഘോഷത്തോടെ ആനന്ദിക്കും. Zephaniah 3 and verse 17. സെഫന്യാവ് 3:17. May God give you these blessings. ദൈവം നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകട്ടെ. Father, പിതാവേ, give thy children the grace to pray അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ. and receive the blessing in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള കൃപയും Let them enjoy it അവർ അതെല്ലാം ആസ്വദിക്കട്ടെ.
and also have exceeding അവർക്ക് അത്യന്തം blessings. പരമായി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കട്ടെ. Thank you. You are a prayer answering God. കർത്താവെ, അങ്ങ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമായതിനാൽ നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.